Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. ഓക്കെ, അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സ്ക്രബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ, അല്ലെ? അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഏതായിരുന്നു? പോളിസി ടു എൻറ്റർ ഇൻ ആൻഡ് OT. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മള് ചെല്ലുമ്പോൾ, നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെ? അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. വായിച്ചു നോക്കിയപ്പോ എന്തെങ്കിലും ക്ലിയർ ആവാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം ക്ലിയർ ആയല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചോദിക്കാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാലോ. അതിന്റെ ബാക്കിയാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. കണ്ടിന്യൂ ചെയ്യുവാണ്. സ്ലൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോയിന്റ്. Asepsis denotes absence of disease-causing microorganism. Aseptic sterile technique is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ് കേട്ടോ. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ ഓക്കെ. സെപ്സിസ്, ഇവിടെ രണ്ട് ടേമുകൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ചിന്നു ജോസെ, ചിന്നു, ഞാൻ പറയുന്ന ആള് മാത്രം ഓൺ ചെയ്താൽ മതി കേട്ടോ. ചിന്നു ജോസ്, മോളെ ഈ ഒരു കാര്യം വായിച്ചിട്ട് എന്താ മനസ്സിലായേ? ഒന്ന് വായിച്ചു നോക്കിട്ട് പറയാവേ. ഒന്ന് വായിച്ചു നോക്കി. This denotes absence of disease-causing microorganisms. Aseptic technique is a method used to avoid, അതായത് ജം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് റൂം ജം ഫ്രീ എൻവയോൺമെന്റ് ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിനെ കുറിച്ച് ഏകദേശം വന്നിട്ടുണ്ട്. ഞാൻ പറയാം കേട്ടോ, വീട്ട് ചെയ്ത് വെക്കാം. നിങ്ങളോട് ഇത് പറയാൻ പറഞ്ഞത്, അതായത് ഇതിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് ടേംസ് വരുന്നുണ്ട്. അതിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചിന്നിനെ കൂട്ടി ഞാൻ പറയിപ്പിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറഞ്ഞാല് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മള് അസെപ്സിസ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. ഇപ്പോ രോഗമില്ല, അതെ, അശ്വതി മിസ്സാണ് കേട്ടോ. ഞാനാണ് കെയർ ചെയ്ത് ഒന്നരയ്ക്ക്. ഓക്കെ, അതായത് രോഗമില്ലാത്തൊരവസ്ഥ. ഓക്കെ, രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണെന്ന് പറയുന്നേ അസെപ്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. അസെപ്സിസ് എന്ന ടേം എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ അസെപ്സിസ് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെ, അതായത് ആ സൂക്ഷ്മാണുക്കള് ബാക്ടീരിയാസ് ഇല്ലാത്ത ഒരവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസെപ്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അസെപ്സിസ് എന്താണെന്ന് ഒന്ന് കമ്പ് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ അസെപ്സിസ്? ഓക്കെ,
ഒന്നുകൂടി പറയൂ, ഞാൻ കേട്ടില്ലായിരുന്നു. ഒന്നുകൂടി പറയാം. ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം മീൻസ് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തെയാണ് നമ്മള് അസെപ്സിസ് എന്ന് പറയുന്നത്. ഇത് ആബ്സെന്റ് ആണ്. അവിടെ രോഗാണുക്കൾ എന്താണ്? ആബ്സെന്റ് ആണ്, കാണാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നല്ല ക്ലീൻ ആയിരിക്കുള്ളൂ, ബാക്ടീരിയകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആണ് എന്ത്? അസെപ്സിസ്. നോക്കിട്ട് കാണുന്നില്ല. എന്താണ് PDF-നകത്ത് ഇപ്പൊ മേഡം പറയുന്നില്ലല്ലോ. ഉണ്ടല്ലോ, അതേ നോക്കിയേ, ഇതിവിടെ കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് തന്നെ ലാസ്റ്റ് പോയിന്റ് പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT ട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് നെക്സ്റ്റ് നമുക്ക് നോക്കാം അസെപ്റ്റിക് എന്താണ്. ഓക്കെ, അസെപ്റ്റിക്. അപ്പൊ ആദ്യം പറഞ്ഞു അസെപ്സിസ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ അസെപ്റ്റിക് എന്താണെന്നാണ് പറയുന്നത്. അസെപ്റ്റിക് സ്റ്റെറൈൽ ടെക്നിക് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ടു അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. ഓക്കെ, അതായത് അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ എന്നാ ഉദ്ദേശിക്കുന്നത്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അണുവിമുക്തമായ. ഓക്കെ, അസെപ്റ്റിക് എന്ന് പറഞ്ഞാല് സ്റ്റെറൈൽ എന്നാണ് വരുന്നത്. അതിന്റെ മീനിങ് ആണ് അണുവിമുക്തമായ. ഓക്കെ, ഇനി അതെന്താണെന്ന് പറയാം. പകർച്ചവ്യാധികളിൽ നിന്ന് മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. മീൻസ് സ്റ്റെറൈൽ ചെയ്യുക അല്ലെ. ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ്, ഏത് സമയം എന്ത് ചെയ്യുമല്ലേ, എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കൂല്ലേ. ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? അസെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോ രോഗാണുക്കളുടെ അഭാവത്തെ നമ്മൾ അസെപ്സിസ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട്, രോഗാണുക്കൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അസെപ്റ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മലിനീകരണം. ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. മ്യൂട്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. കമന്റ് ചെയ്യാ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓൺ ചെയ്യുമ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, അസെപ്റ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു അതായത് പകർച്ചവ്യാധികളിൽ നിന്ന് മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന രീതിയാണിത് അസെപ്റ്റിക്. ഓക്കെ, നമ്മൾ അസെപ്സിസ് പറഞ്ഞു എന്താണ്? രോഗാണു ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ അല്ലെ. അതിനെയാണ് എന്ത് പറയുന്നത്? അസെപ്റ്റിക് അഥവാ സ്റ്റെറൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഇത് മനസ്സിലായോ? അസെപ്സിസ് എന്ന് പറയുന്ന അവരുടെ കണ്ടീഷൻ ഉണ്ടാവണമെങ്കിൽ അസെപ്റ്റിക് അഥവാ സ്റ്റെറൈൽ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മള് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ അതുകൂടാതെ ഈ ഒരു അസെപ്റ്റിക് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? അണുവിമുക്തമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ജേം ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? അസെപ്സിസ് എന്താണ്? അസെപ്റ്റിക് എന്താണ്? അസെപ്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അത് ഉണ്ടാവണമെങ്കിൽ അസെപ്റ്റിക് അഥവാ സ്റ്റെറൈൽ എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമുക്കത് ഉണ്ടാവുക. ഓക്കെ, രണ്ടും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും പോളിസികളിലൂടെയാണ് എന്ത് നമ്മള് പോകുന്നത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എൻറ്റർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം. Each operating room varies depending on the types of surgery being done. അതായത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററും എന്താണ്? വ്യത്യസ്തമായിരിക്കും. എന്തിനനുസരിച്ച്? ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യന്റിന്റെ രീതി അനുസരിച്ച്. ഇപ്പോ ഒരാൾക്ക് സർജറി ചെയ്യുന്ന ആ ഒരു സർജറി അല്ല വേറൊരു പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്നത് അല്ലെ. പലരും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സർജറീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ സർജറിയുടെ ഇതനുസരിച്ച് എന്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ റൂമും നമ്മള്
എന്താണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചില കോമൺ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഓരോരോ പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളും മൈൻഡിൽ റീഡ് ചെയ്ത് പോവുക. Okay, the operating table in the center of the room should be able to raise, lower and tilt in any direction. അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എന്താ, ഓപ്പറേറ്റിംഗ് ടേബിളിനെ കുറിച്ചിട്ടാണ് അല്ലെ. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലെ സെൻട്രൽ പാർട്ടിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ടാകും, ഒരു ഓപ്പറേഷൻ ടേബിൾ ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, രോഗിയെ കിടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. രോഗിയെ കിടത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ടേബിള് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൂമിന്റെ സെന്റർ പോർഷനിലായിരിക്കണം. അതായത് മിഡിൽ പോർഷനിലായിരിക്കണം എന്ത് വരേണ്ടത്, ഓപ്പറേറ്റിംഗ് ടേബിൾ വരേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാ, അതായത് ആ ഒരു ഓപ്പറേറ്റിംഗ് ടേബിള് ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും ചരിക്കാനും കഴിയണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പറയാൻ പറ്റില്ല, രോഗിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഏത് ഡയറക്ഷനിലേക്കും ഉയർത്താനും താഴ്ത്താനും ചരിക്കാനും കഴിയണം. എന്ത്, ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്. അതാണ് കേട്ടോ അവിടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോയിന്റ്സ് ആണ്, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയുമോ? പറയാം. ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൂമിന്റെ സെന്ററിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി ആ ഓപ്പറേറ്റിംഗ് ടേബിൾ ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും ചരിക്കാനും കഴിയണം. ഓക്കെ, ഫസീല ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, the operating room lamps allow for brilliant illumination without shadows in the case of surgery. നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ റൂമില് ഷാഡോസ് പാടില്ല. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഫസീല ഷാഡോസ് പാടില്ല എന്ന് പറയുന്നേ? ആർക്കെങ്കിലും പറയാമോ ഒന്ന്? ഒരാള് കേട്ടോ. എനിക്കറിയില്ല മാം. അറിയില്ല? ഓക്കെ, ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ തന്നെ പറയാം, ഷാഡോസ് പാടില്ല എന്ന് പറയുന്നുണ്ട്. ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താ, നിഴലാണ് അല്ലെ. നമുക്ക് നിഴൽ വെട്ടത്തിൽ നമുക്ക് മര്യാദ കണ്ണ് കാണാൻ പറ്റുമോ? ക്ലിയർ ആവോ നമുക്ക് കാര്യങ്ങള്? ഇല്ല, ഒരിക്കലും ഇല്ല. ഷാഡോസ് പാടില്ല. പിന്നെ എന്താ വേണ്ടത്, ബ്രില്യന്റ് ഇലുമിനേഷൻ വേണം, നല്ല പ്രകാശം വേണം. എവിടെ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. കാരണം എന്താ, ഒരാളുടെ ബോഡി പാർട്ടല്ലേ കട്ട് ചെയ്യുന്നേ, നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ കാര്യങ്ങൾ സർജറി ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ ഷാഡോസ് പാടില്ല. മാത്രമല്ല നല്ല തിളക്കമുള്ളതായിരിക്കണം, മീൻസ് നല്ല പ്രകാശം ഉണ്ടായിരിക്കണം അവിടെ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാനാണ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞു, ബോഡി പാർട്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോ എന്താണ്, ആ ഒരു കാര്യങ്ങൾ മിസ്റ്റേക്ക് ഒന്നും പറ്റാൻ പാടില്ല. നല്ല രീതിയിൽ വിഷൻ ഉണ്ടായിരിക്കണം, കാഴ്ച. സർജറി ചെയ്യുന്ന സർജന് എന്ത് ഉണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് കാഴ്ച എങ്ങനെയാ സാധ്യമാവുന്നേ, ഒരു വസ്തു നമ്മുടെ കണ്ണിന്റെ പിറകിൽ അല്ലെ റെറ്റിനയിൽ തട്ടുമ്പോഴാണ് എന്ത് നമുക്ക് സാധ്യമാകുന്നത് അല്ലെ, പ്രകാശത്തിന്റെ പ്രസൻസിലാണ് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ദൃശ്യം സാധ്യമാകുന്നത് അല്ലെ. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങള്, പ്രകാശം ഉണ്ടെങ്കിലാണ് ഒരു വസ്തു നമ്മൾ കാണുമ്പോ ആ വസ്തു നമ്മുടെ കണ്ണിന്റെ പിറകിൽ റെറ്റിനയിൽ പതിച്ചിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് കാഴ്ച കിട്ടുന്നത് അല്ലെ. അപ്പൊ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ച സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രത്യേകിച്ചും നിഴലുകൾ പാടില്ല, മാത്രമല്ല നല്ല ലൈറ്റും വേണം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, പേഷ്യൻസ് വിൽ ബി linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. മൂന്നാമത്തെ പോയിന്റ്, നമ്മള് പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തുമ്പോൾ പല ഡിവൈസുകളുമായിട്ട് ഇയാളുടെ ബോഡി നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ,
എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്? അയാളുടെ ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിന്റെ റേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈസിൽ കണക്ട് ചെയ്യുന്നത് ഇയാളുടെ ബോഡി. ഓക്കെ, അപ്പൊ സ്ക്രീനില് ഡോക്ടർമാർക്ക് കാണാനായിട്ട് സാധിക്കും അയാളുടെ പൾസ് റേറ്റ് എത്രയാണ്, അയാളുടെ വൈറ്റൽ മീൻസ് വൈറ്റൽ മീൻസ് അതായത് പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഹാർട്ട് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ടെലിവിഷൻ സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീൻ ഉണ്ടാകും ഓപ്പറേഷൻ തിയേറ്ററിൽ. അതിനകത്ത് എന്താണ് ഗ്രാഫ് പോലെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചലിക്കുന്നത് കാണാം ദൃശ്യങ്ങൾ. അതെന്താ, ഇയാളുടെ കാര്യങ്ങളാ മൊത്തം കാണുന്നേ. ഓക്കെ, അപ്പൊ ഇത് സർജൻസിന് എന്താണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മോണിറ്ററിങ്, അതായത് മോണിറ്ററിങ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർജൻസ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, a ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe off you in the course of the procedure, moving oxygen and air in out of your legs. അതുപോലെ തന്നെ ഇവിടെ പറയുന്നതാണ്, ഒരു വെന്റിലേറ്റർ അല്ലെങ്കിൽ ഒരു ശ്വസന യന്ത്രം രോഗിയുടെ തലയോട് ചേർത്ത് നിർത്തുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ടാകും, ഒരു വെന്റിലേറ്റർ വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഒരു വെന്റിലേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് വെച്ചിട്ടുണ്ടാകും. ഇതെന്തിനാണ് സഹായിക്കുന്നത് നമ്മളെ, അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഓപ്പറേഷൻ രോഗിയിൽ ചെയ്യുമ്പോൾ ആൾക്ക് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് അല്ലെ, അപ്പോ ഇയാളൊന്നും അറിയുന്നില്ല. പക്ഷെ എന്താണ്, ആ ഒരു നിശ്ചിത സമയത്തേക്ക് ആ ഒരു പീരീഡ് ഓഫ് ടൈമില് ഇയാൾക്ക് നോർമലി ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ഓക്കെ, ആ ഒരു പ്രൊസീജിയർ കഴിയുന്നത് വരെ. അപ്പൊ ഇയാൾക്ക് എന്ത് കൊടുക്കും, വെന്റിലേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾക്ക് ഓക്സിജൻ ഇയാളുടെ ലങ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ തൊട്ടടുത്ത് ടേബിളിന്റെ തൊട്ടടുത്തായിട്ട് എന്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവും, വെന്റിലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അത് രോഗിയില് ഓപ്പറേഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രവർത്തിപ്പിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് germ free instruments to be used during surgery. പിന്നീട് പറയുന്നത് germ free ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നു. അതായത് അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാ വരുന്നത്, സിസേഴ്സ് വരാം, നൈഫ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാ, നമ്മൾ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ സിസേഴ്സ് ആണെങ്കിലും നൈഫ് ആണെങ്കിലും ഒക്കെ എന്താണ്, അതായത് ഒരു രോഗിയിൽ ഉപയോഗിച്ച സാധനങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ മറ്റൊരു സ്പീഡ് കുറയ്ക്കണോ, സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കൂടുതലുണ്ടോ? കമന്റ് വന്ന് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ പരമാവധി സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് സിസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നൈഫ് ഒക്കെ ആണെങ്കിലും നമ്മളിപ്പോ ഒരു രോഗിയില് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടാണോ നമ്മൾ മറ്റൊരു രോഗിയിൽ യൂസ് ചെയ്യാം? ഒരിക്കലും അല്ല അല്ലെ. അതെന്ത് ചെയ്യും, നമ്മള് ക്ലീൻ ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല ഓപ്പറേഷൻ സമയത്ത് നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും അതിനുപയോഗിച്ച വസ്തുക്കള് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈസ് എ ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ് യൂഷ്വലി ഈസ് പ്രസന്റ്. ഇതിനകത്തൊരു മെഷീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ മെഷീന്റെ പേര് ഡയാതെർമി മെഷീൻ എന്നാണ്. ഇവിടെ പറയുന്നത് അത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഡയാതെർമി മെഷീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് കമന്റ് ചെയ്തേ. ഡയാതെർമി മെഷീൻ കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഉപയോഗം? ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ടു കൺട്രോൾ ബ്ലീഡിങ് എന്നാണ് അല്ലെ. സ്വപ്നരാജ്, എന്താണ് മോളെ ഡയാതെർമി മെഷീൻ യൂസ് എന്താ, അതിന്റെ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേഴ്സാണ്. എന്താണ് അത് ഓപ്പറേഷൻ തിയേറ്ററിൽ
നമ്മളൊരു ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നെർവ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി കട്ട് ആവുമല്ലോ. അപ്പൊ അതിന്റെ അവിടെ നല്ല ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം വെച്ചിട്ട് അത് കരിക്കും 2 സൈഡിലും. ഇലക്ട്രിക്കൽ അതിനുള്ള ഷോക്ക് മെഷീനാണ്. ആയിട്ടല്ലേ കൊടുക്കുന്നത് രോഗിയില്? അതെ. ഇലക്ട്രിക്കൽ ഷോക്ക് ആയിട്ടാണ്. അതിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേ മോളെ, എങ്ങനെയാണ് ഇവർക്കും കൂടി ഒന്ന് മനസ്സിലാവട്ടെ. എങ്ങനെയാ സ്ട്രക്ചർ വരുന്നതിന്റെ? ഡയാതെർമി മെഷീൻ എങ്ങനെ ഇരിക്കും ഇത്? അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ. ഒരു ഞാൻ സ്ക്വയർ തിയേറ്ററിലല്ല ഞാൻ ജോലി ഉണ്ടാവുക, ഒരു ചെറിയൊരു സ്ക്വയർ രൂപത്തില്, പിന്നെ ട്യൂബ് ട്യൂബ് പോലെ ഉണ്ടാവും താഴത്തേക്ക്. അത് നിങ്ങൾക്ക് അതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാല് ഇതൊരു ഇലക്ട്രിക് കറന്റ് പോലെയാണ് രോഗിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ സാധനം എന്ത് ചെയ്യും? രോഗിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന്റെ ആ ഒരു വേളയിൽ എന്താണ് കൊടുക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറന്റ് ആയിട്ട് എന്ത് ചെയ്യും? രോഗിയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഓക്കെ, പാസ് ചെയ്യിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഡീപ്പ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടാ. അതായത് രോഗിയിലെ ഹീറ്റിംഗ് ഉണ്ടാവാനായിട്ട്, ആ ബോഡി അയാളുടെ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് രോഗിയില് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന്റെ യൂസ്, എന്തിനാണ് ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് ആ സമയത്ത് ഈ ബോഡി പാർട്ടിൽ അല്ലെങ്കിൽ ഈ ബോഡിയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഞാൻ വായിക്കാം കേട്ടോ. ദിസ് ട്രീറ്റ്മെന്റ് ഹെൽപ്സ് റിലാക്സ് മസിൽസ് ആൻഡ് ജോയിന്റ്സ് ആൻഡ് ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല്, മീൻസ് നമ്മുടെ മെന്റൽ ഷോക്ക് പോലെ ഒന്നും അല്ല കേട്ടോ. സാധാരണ ഇലക്ട്രിക്കൽ കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ബോഡിയിലേക്ക് പാസ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നത് രോഗിയുടെ ബോഡിയുടെ ഉള്ളിലെ മസിൽസ് റിലാക്സ് ആവാനും, അതുപോലെ തന്നെ ജോയിന്റുകൾ റിലാക്സ് ആവാനും, പിന്നെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഡയാതെർമി മെഷീൻ ഉപയോഗിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? മസിൽ റിലാക്സേഷനും ജോയിന്റ് റിലാക്സേഷനും അതുകൂടാതെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഡയാതെർമി മെഷീൻ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുക്കാം. വാട്ട് ഈസ് എ ഡയാതെർമി മെഷീൻ? What is a diathermy machine? It provides deep heating to the patients. It provides deep heating to the patients. It provides deep heating to the patients. Next point, uses electric currents. Electric current ആണ് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ട്. Next, this treatment helps relax muscles and joints and improve മെച്ചപ്പെടുത്തുക. improve എന്താ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത്? ബ്ലഡ് സർക്കുലേഷൻ. ഓക്കെ, ഇപ്പൊ ഡയാതെർമി മെഷീൻ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഉപയോഗം എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പോയിന്റ്,
If the surgery requires a heart lung machine or other specialized tool may be brought into the room. അതായത് ആവശ്യമെങ്കിൽ നമുക്ക് ഇപ്പോ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീൻസോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീൻസോ എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാം. അത് ഡിപ്പെൻസ് ഓൺ സർജറി. സർജറിയുടെ ഇതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ, അതായത് പേഷ്യൻസിന്റെ കണ്ടീഷൻ, അവർക്ക് ഏത് സർജറി ആണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മെഷീൻസ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. ആവശ്യമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള മെഷീൻസ് കൊണ്ടുപോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ദ ഓപ്പറേറ്റിംഗ് റൂം വിൽ ലൈക്ലി ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ റൂം എന്നുള്ളത് തണുത്തതായിരിക്കണം. തണുത്ത ടെമ്പറേച്ചർ അല്ലെ, അതായത് കോൾഡ് ആയിട്ടുള്ള, അതായത് എന്താ പറയാ, തണുത്ത താപനിലയായിരിക്കണം എവിടെ ഉണ്ടായിരിക്കേണ്ടത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതെന്ത് കുറയ്ക്കും, ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓപ്പറേഷൻ റൂം മികച്ചതായിരിക്കണം അല്ലെങ്കിൽ തണുത്തതായിരിക്കണം എന്ന് പറയാൻ ഉള്ള കാരണം ആ ബാക്ടീരിയൽ ഗ്രോത്ത് കുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ, അപ്പൊ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി കിട്ടും അത്. ഓക്കെ, എയർ കണ്ടീഷൻ ചെയ്തിരിക്കണം. ഓക്കെ, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, തണുത്തതായിരിക്കണം. അത് ബാക്ടീരിയൽ ഗ്രോത്തിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്തൊക്കെയാണ്, ഓപ്പറേഷന്റെ ടേബിൾ അല്ലെ, ഓപ്പറേറ്റിംഗ് ടേബിളിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലേക്കും ചരിക്കാനും അതുപോലെ തന്നെ ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും കഴിയണം. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് ടേബിൾ. സെക്കൻഡ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത് ഷാഡോസ് പാടില്ല, നിഴലുകൾ പാടില്ല, മാത്രമല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഇലുമിനേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നല്ല രീതിയിലുള്ള പ്രകാശം ആ റൂമില് എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ത്, ലൈറ്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, പേഷ്യന്റിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യണം, നമ്മള് മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യൻസിന്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഹാർട്ട് റേറ്റ്, അവരുടെ പൾസ് റേറ്റ്, അവരുടെ ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഒരു വെന്റിലേറ്റർ എന്തായാലും എവിടെ വെച്ചിരിക്കണം, പേഷ്യന്റിന്റെ ടേബിളിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഓപ്പറേഷൻ സമയത്ത് രോഗിക്ക് കൃത്യമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന രീതിയിൽ എന്ത് പറ്റില്ല, ആ സമയത്ത് രോഗിക്ക് പറ്റില്ല. അതുകൊണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കൃത്യ അളവിലുള്ള ഓക്സിജൻ രോഗിയുടെ ശ്വാസകോശത്തിനുള്ളിലോട്ട്, മീൻസ് ലങ്സിന്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി അല്ലെ, അതായത് അണുവിമുക്തമാക്കപ്പെട്ട ഉപകരണങ്ങളാണ് സർജറിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ ആയിട്ട് പറയാം, നൈഫ്, സിസേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സർജറിയില്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡയാതെർമി മെഷീൻ, ഓപ്പറേഷന്റെ സമയത്ത് രോഗിയില് ഒരു എന്താണ്, ജയർമദ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് എനർജി. അതൊന്നുകൂടി ഒന്ന് പറയാം, അതിന്റെ മലയാളം അതിന്റെ മീനിങ്. മലയാളം മീനിങ് എന്ന് പറഞ്ഞാല് സർജറിയുടെ സമയത്ത് സർജറിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടിട്ടില്ലേ, റംസിയ, കത്രിക ഉപയോഗിക്കും നമ്മള്, കത്തി ഉപയോഗിക്കും അല്ലെ. എന്തൊക്കെ വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണോ ഉപയോഗിക്കുന്നത്, അത് അണുവിമുക്തമാക്കിയിരിക്കണം, അത് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പേഷ്യൻസിന് ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യില്ല, മറ്റൊരു പേഷ്യൻസിന് അപ്ലൈ ചെയ്യില്ല. കാരണം എന്താ, ഇൻഫെക്ഷൻ ഉണ്ടാകും. നമ്മൾ എപ്പോഴും അത് ക്ലീൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡയാതെർമി മെഷീൻ. ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാല് ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് രോഗിയുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്,
പാസ് ചെയ്യിപ്പിക്കുന്നു. ഇതിലൂടെ രോഗിയുടെ മസിൽസ്, അതുപോലെ തന്നെ ജോയിന്റ്സ്, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇവ എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായകമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ലെൻസുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻസ് ഉണ്ട്. ഇവ ആവശ്യമെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാം, ആവശ്യമെങ്കിൽ മാത്രം, രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് കേട്ടോ. രോഗിക്ക് അത് ആവശ്യമാണോ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് കോൾഡ് ആയിട്ടുള്ളതായിരിക്കണം, തണുത്തതായിരിക്കണം, മീൻസ് എയർ കണ്ടീഷണഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകളിൽ എന്തായിരിക്കും? ബാക്ടീരിയൽ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ് ആണ് ഇതിനകത്തുള്ളത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആയോ? ഒരു സെക്കൻഡ് കേട്ടോ, സ്ക്രീൻ ഒന്ന് പോയിട്ടുണ്ട് ചെറുതായിട്ട്, ഞാനൊന്ന് ശരിയാക്കട്ടെ. ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ, തിരിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ഈസ് സോണിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ. നമ്മൾ ഇനി സോൺസ് ആണ് പഠിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ. താഴെ നിങ്ങൾക്ക് ഒരു ടേബിൾ ഒക്കെ തന്നിട്ടുണ്ടാവും, PDF-ലെ നോട്ട് കാണുന്നില്ലേ? കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മത് നോക്കാം എങ്ങനെയാണെന്ന്. അതിനു മുമ്പ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. The OT suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഓപ്പറേഷൻ തിയേറ്റർ. കാരണം എന്താ? അവിടെ നിന്നാണ് എന്ത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്? ബാക്ടീരിയാസ് അല്ലെ, ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേക ആ ഒരു തിയേറ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും കൂടുതൽ സാധ്യത, പൊതുവെ അണുബാധയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണെന്ത്? ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഒരു അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ OT സ്യൂട്ട് എന്ന പേരില് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഭാവനം ചെയ്യുന്നുണ്ട്. അതായത് ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് OT സ്യൂട്ട് എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. OT സ്യൂട്ടിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മെയിൻ ആയിട്ട് എയിം അറിഞ്ഞിരിക്കുക. OT സ്യൂട്ടിന്റെ എന്താണ് OT സ്യൂട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാല് ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇത് പറയുന്നത് OT സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി പറയാം. ഒന്നുകൂടി ഒന്ന് പറയൂ.
അതായത് ഞാൻ പറഞ്ഞു, പൊതുവെ അണുബാധ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ അണുബാധ തടയുന്നതിന് വേണ്ടിയിട്ട് OT സ്യൂട്ട് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാര്യങ്ങൾ നമ്മൾ തിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി ഈ ഒരു ടേബിളില് കണ്ടോ? Therefore, the wool OT suit is designed on the concept of 4 zones. ഈ അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് OT സോൺസ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളെ 4 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിരിക്കുന്നുണ്ട്. അതായത് അതിന്റെ സബായിട്ട് എന്ത് വരുന്നുണ്ട്? ഇങ്ങനെയുള്ള ഡിവിഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് OT സ്യൂട്ടിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അണുബാധ തടയുന്നതിന് അത് സഹായിക്കും. ഇപ്പൊ ക്ലിയർ ആണോ? ആണോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ കാണുന്ന ആ ടേബിള് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും, എന്തിനാണ് OT സ്യൂട്ട് അങ്ങനെ തിരിച്ചിരിക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ മാം, ഈ ഓപ്പറേഷൻ തിയേറ്റർ ക്ലീൻ ആക്കാൻ 4 തരത്തിൽ ഡിവൈഡ് ചെയ്തെന്നാണോ? ആ അതെ, ക്ലീൻ ആക്കാനുള്ള അവരൊരു ഇതുണ്ട് എന്ന് വെച്ചാല് ഈ OT സ്യൂട്ടിനെ ആ സോണായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോരോ, ഇപ്പൊ പ്രത്യേകമായിട്ടുള്ള നമ്മളിപ്പോ ബുക്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വലിയ ബുക്കുകളൊക്കെ എന്താണ് ഒരു ഷെൽഫിൽ അറേഞ്ച് വെക്കും, മീഡിയം സൈസ് ബുക്കുകളൊക്കെ എന്താണ് ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്യും, ചെറുതൊക്കെ ആണെങ്കിൽ വേറെ ഷെൽഫിൽ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നേ? നമുക്ക് പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ? കാണുമ്പോ എന്താണ് നീറ്റ് അല്ലെ, നല്ലൊരു നീറ്റിൽ ഇരിക്കുകയും ചെയ്യും, മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ബുക്ക് പെട്ടെന്ന് നമ്മൾ തെരഞ്ഞു പിടിക്കുമ്പോ അല്ലെ. അതുപോലെ തന്നെയാണ് എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ, ഈ OT സ്യൂട്ടിന് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് താഴെ കാണുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞിരുമ്പോ എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് ഈസ് ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. Flow within the OT suit should be kept apart as best as possible. Spaces in the suit have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. OT suite എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. ഓക്കെ, ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഏരിയയാണ് എന്ത് പറയുന്നത്? OT സ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, നമ്മള് ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു ഏരിയയുടെ ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസ് തുടങ്ങി ഓപ്പറേഷൻ തിയേറ്റർ വരെയുള്ള സ്ഥലങ്ങള് ക്ലീൻ ആയിട്ടായിരിക്കണം പോവേണ്ടത്. അതായത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നിരന്തരം എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരു 10 മിനിറ്റ്സ് കൂടുമ്പോ എന്ത് ചെയ്യും? അവരിങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും വന്നിട്ട്. അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ കെയർ എവിടെ കൊടുക്കണം? ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ കൊടുക്കണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഏരിയ എന്ന് പറയുന്നത് എൻട്രൻസ് തുടങ്ങി ഓപ്പറേഷൻ തിയേറ്റർ വരെയാണ്. അവിടെ തുടങ്ങി ഈ ഒരു തിയേറ്റർ വരെയുള്ള ഭാഗങ്ങള് ഏത് സമയം എന്ത് ചെയ്തിരിക്കണം? ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തേത്, സ്റ്റാഫ് ഹു ആർ വർക്കിംഗ് ഇൻ ദ OT ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഏബിൾ ടു മൂവ് ഫ്രം വൺ ക്ലീൻ ഏരിയ ടു ദ അതർ വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഇനി ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അത് ഡോക്ടർ ആവാം, നഴ്സ് ആവാം, അല്ലെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആവാം, ആരുമായിക്കോട്ടെ, അവരെന്ത് ചെയ്യരുത്? വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ, മീൻസ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളില് പോകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ദിൽഷന അൻവർ എന്ന് പറഞ്ഞേ മോളെ, എന്തുകൊണ്ടാ പറയുന്നത് അങ്ങനെ? അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിൽ അവർ പോകരുതെന്ന് പറയുന്നുണ്ട്. വൈ? അണുബാധ ഓരോ മേലേക്ക് വരുന്നത് കൊണ്ടാണോ? എന്തെങ്കിലും എന്തുകൊണ്ടാ പോകരുതെന്ന് പറയുന്നേ അവരോട്?
എന്തെങ്കിലും അണുക്കളൊക്കെ ഓരോ മേലെ ശരീരത്തിലേക്ക് ആവുന്നതിനാണ്. അതെ അതെ, അണുബാധ വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ അവിടെ ജോലി ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്റ്റാഫ് പെട്ടെന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്, ഇപ്പൊ ഏതെങ്കിലും ഒരു വാർഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് പിടിക്കും അവർക്ക് അല്ലെ, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം, പിന്നീട് അവർ വന്നിട്ട് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അവരുടെ ഐ ഷീൽഡ് ചേഞ്ച് ചെയ്യണം, അവരുടെ മാസ്ക്, അവരുടെ ഗ്ലൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ട് വേണം വേറെ ഇത് എടുത്തിടാനായിട്ട് അല്ലെ. അപ്പോ കഴിവുന്നത് എന്ത് ചെയ്യാ, ഈ സ്റ്റാഫുകള് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. അവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക വേറൊരു വിഭാഗമാണ്. ഓക്കെ, അതായത് പെട്ടെന്ന് അവരെന്ത് ചെയ്യില്ല, നമ്മുടെ കൺവട്ടത്തൊന്നും ചിലപ്പോൾ വരില്ല ഹോസ്പിറ്റലില്. പ്രത്യേകമായിട്ട് അവർ പോകുന്നതും വരുന്നതും ഒന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. കാരണം അത്രയും ഇതായിട്ടാണ് എന്ത് പോകുന്നത്, വളരെ സൂക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് ചെയ്യാൻ, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ പോകാനായിട്ട് പാടില്ല. അവർ കഴിയുന്നതും ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ നീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, next is soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ മലിനമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, ഇപ്പൊ പേഷ്യൻസിന്റെ സോയിൽഡ് ആയിട്ടുള്ള വേസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതായത് ബ്ലഡ് ഇതായിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, ധാരാളം വേസ്റ്റുകളും കാര്യങ്ങളും വരും, രോഗിയിൽ നിന്ന് വരും. അതുപോലെ രോഗിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ എന്താണ്, വേസ്റ്റുകളാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നല്ല രീതി, അതായത് ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയയെ കൂടി എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പാസ് ചെയ്യിക്കാനായിട്ട് പാടില്ല. അതെന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് മാത്രം ഡിസ്പോസിങ് ഏരിയകൾ ഉണ്ട്, അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം, ഇത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, fourth one is OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. അതുപോലെ തന്നെ വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, നല്ല എന്താ പറയാ, ഫ്രീ ആയിട്ടുള്ള എയർ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ. നല്ല രീതിയിലുള്ള വെന്റിലേഷൻ എന്ത് ചെയ്തിരിക്കണം, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു OT സ്യൂട്ടിന്റെ എൻട്രൻസ് തുടങ്ങി ഓപ്പറേഷൻ തിയേറ്റർ വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തേത് അവിടെയുള്ള സ്റ്റാഫുകള് അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിൽ പോകാനായിട്ട് പാടുള്ളതല്ല. മൂന്നാമത്തേത് സോയിൽഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം, അവിടെ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് OT വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി 5th പോയിന്റ് നോക്കിയേ, therefore the whole OT suite is designed on the concept of 4 zones. അതായത് OT സ്യൂട്ടിനെ എന്ത് ചെയ്യാം, നമുക്ക് നാല് സോൺസ് ആയിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്, സെക്കൻഡ് വൺ വരുന്നത് ക്ലീൻ സോൺ ആണ്, തേർഡ് ഈസ് സ്റ്റെറൈൽ സോൺ, ഫോർത്ത് ഈസ് ഡിസ്പോസൽ സോൺ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടേബിൾ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് എക്സാമിന് വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. 4 തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, OT സ്യൂട്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 തരത്തിലുള്ള അതായത് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ആദ്യത്തേത് പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, രണ്ടാമത്തത് ക്ലീൻ സോൺ വരുന്നുണ്ട്, 3 സ്റ്റെറൈൽ സോൺ, 4 ഡിസ്പോസൽ സോൺ. ഈ 4ന്റെ അണ്ടറിലായിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രൊട്ടക്റ്റീവ് സോണിൽ എന്താണ് വരുന്നത് നോക്കാം. പ്രൊട്ടക്റ്റീവ് സോൺ, ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററില് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിസപ്ഷൻ,
വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ആദ്യം തന്നെ എന്തുണ്ടാകും? ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു റിസപ്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അധികം പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. എന്നിരുന്നാലും എന്താണ്, നമ്മൾക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമുക്ക് ഒരാൾക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, അവിടെ ഒന്ന് കടക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാർജ് ഉള്ള ആരെങ്കിലും എന്ത് ചെയ്യണം? നമ്മുടെ ID കാണിക്കണം, അല്ലെ? അപ്പൊ അയാൾ എവിടെയായിരിക്കുന്നത്? അയാൾ ആ റിസപ്ഷൻ ഏരിയയിലായിരിക്കുന്നത്. ആര്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചാർജ് ഉള്ള ആള്. അതായത് അനുവാദം മേടിക്കാനും കൊടുക്കാനും ഒക്കെ ആരെ ഇരുത്തിയിട്ടുണ്ട് അവിടെ? റിസപ്ഷനില് ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റിസപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസിന്റെ ചില റിലേറ്റീവ്സ് പുറത്ത് കാത്തു നിൽക്കുക, അല്ലെ? അധികമല്ല, 1-2 പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എവിടെ ഉണ്ടാകും? ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുണ്ടാകും. അപ്പൊ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? വെയിറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് ഒന്ന് റിസപ്ഷൻ, രണ്ടാമത്തേത് വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തേതാണ് ചേഞ്ചിങ് റൂം എന്ന് പറയുന്നത്. ചേഞ്ചിങ് റൂമില് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അതിപ്പോ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ നഴ്സുമാരുടെ പേഷ്യൻസിന്റെ ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂംസ് എന്തിന്റെ ഇതിലാ വരിക? പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരിക. ഓക്കെ, ഇപ്പൊ പേഷ്യൻസിന് വേറെ റൂം ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡോക്ടർമാർക്ക് വേറെ റൂം ആയിരിക്കും, നഴ്സിന് വേറെ റൂം ആയിരിക്കും. പക്ഷെ ഈ റൂമുകളൊക്കെ എന്തിന്റെ അണ്ടറിലാണ് വരിക? ഇതൊക്കെ പ്രൊട്ടക്റ്റീവ് സോണിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉറങ്ങിപ്പോയോ? ഇല്ല. ഓക്കെ, ചേഞ്ചിങ് റൂം. നെക്സ്റ്റ് വൺ ഈസ് പ്രീ അനസ്തേഷ്യ. പ്രീ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറയൂ? അനസ്തേഷ്യക്ക് മുമ്പ്, അല്ലെ? അനസ്തേഷ്യക്ക് മുമ്പ് ഈ രോഗി എന്ത് ചെയ്യും? കുറച്ചു നേരം ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തുക, അല്ലെ? ഓക്കെ, അതാണ് എന്ത്? പ്രീ അനസ്തേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റോർസ് റെക്കോർഡ്സ്. സ്റ്റോർസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ രോഗിയുടേതായിട്ടുള്ള ഫയലുകളും മറ്റും കാര്യങ്ങളും എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും? ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. അതായത് നിശ്ചിത അവര് ചെയ്യുന്ന ഓപ്പറേഷന് മുമ്പായിട്ട് അവര് ചെയ്യുന്ന, അതായത് അവരെ കാണിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ ഫയൽ എങ്ങോട്ട് വരും? ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വരും, അല്ലെ? അത് ചെയ്യുന്ന സർജന്റെ അടുക്കലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് ഈ ഫയലൊക്കെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചൊക്കെ വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഈ സ്റ്റോർ റെക്കോർഡ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം അവിടെ കരുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓട്ടോക്ലേവ് TSSU. TSSU എന്ന് പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് കമന്റ് ചെയ്ത്. TSSU സ്വപ്ന കേട്ടിട്ടില്ലേ? TSSU കേട്ടിട്ടുണ്ടോ സ്വപ്ന? TSSU ആരും കേട്ടിട്ടില്ല? നോ. TSSU എന്ന് പറഞ്ഞാല് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ് കേട്ടോ. തിയേറ്റർ, അതൊന്ന് എഴുതിയെടുക്ക. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണെന്ത്? TSSU. ഇവരുടെ ഫംഗ്ഷൻ എന്താ? അതായത് ഓപ്പറേഷൻ റൂമിലേക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, മീൻസ് സപ്ലൈ ചെയ്യുക എന്നല്ലേ പേരിൽ തന്നെ ഉണ്ട്. തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള അണുവിമുക്തമാക്കപ്പെട്ടിട്ടുള്ള, ഓക്കെ, അണുവിമുക്തമാക്കപ്പെട്ടിട്ടുള്ള, അതാണ് സ്റ്റെറൈൽ. അങ്ങനെയുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അതിപ്പോ സാധാരണ ഒരു സിസേഴ്സോ നൈഫോ മാത്രമാണെന്നല്ല പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? പല പല മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? അത്രയും കൃത്യം മാത്രമാണോ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങള് അതാത് ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഒരു TSSU എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിസിൻഫെക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവരുടെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യും. ഓക്കെ, ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഈ യൂണിറ്റ് ആണ് ഇതെടുത്ത് ഡിസിൻഫെക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത ഓപ്പറേഷന് സജ്ജമാകുമ്പോൾ ഇവര് തന്നെ എന്ത് ചെയ്യും? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് സപ്ലൈ ചെയ്യും. അതാണ്
തിയേറ്റർ, സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഇതിനു വേണ്ടി പ്രത്യേകം ഒരു വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വലിയൊരു റൂമാണ്, ഒരു ഹോള് പോലെയുള്ള റൂമാണ്. അവിടെയാണ് ഈ ഉപകരണങ്ങളൊക്കെ ഡിസിൻഫെക്ട് ചെയ്യുക, മീൻസ് അണുവിമുക്തമാക്കുക. അതിനുശേഷം ഇവര് തന്നെ എന്ത് ചെയ്യും, ട്രോളിയില് ഇത് തിയേറ്ററിൽ സപ്ലൈ ചെയ്യും. ഓക്കെ, ഒന്നും കൂടി പറയാം. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ് TSSU. ഓക്കെ, TSSU ഫുൾ അറിയണോ? കുറച്ചും കൂടി എഴുതണോ? TSSനെ കുറിച്ച് ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? വേണോ ആർക്കെങ്കിലും? ഓക്കെ, അത് എഴുതിക്കോളൂ കേട്ടോ. TSSU ഫുൾ ഫോം എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ കൂടെ ഇത് എഴുതിക്കോളൂ. It is a unit. It is a unit that provide sterile items to the operation theater. Sterile items to the operation theater. Okay. It is a unit that provides sterile items to operation theater. Okay. Next is trolley bay ആണ്. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അതായത് മെഡിസിൻസും മറ്റും എന്താണ് നമുക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ സാധിക്കും അല്ലെ. ഒരു ട്രോളിയാണ്, അതിനകത്ത് എന്ത് വെക്കും, മെഡിസിൻസ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഹോസ്പിറ്റലിൽ മൊത്തം എന്ത് ചെയ്യും, നമ്മള് കൊണ്ട് ഇങ്ങനെ നടക്കും അല്ലെ. അപ്പൊ അതിന് മെഡിസിൻസ് എടുത്ത് നമുക്ക് രോഗികൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ട്രോളി ബേ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും മറ്റും കാര്യങ്ങളും എന്ത് ചെയ്യാണ്, കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രോളി ബേ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ട്രോളി ബേ ഏത് സോണിലാണ് വരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോണിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ വീട്ടിലിപ്പോ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക, നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേക പോർഷനിലല്ലേ ഇതൊക്കെ ഘടിപ്പിച്ചിരിക്കും, കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രൊട്ടക്റ്റീവ് സോണിലാണ് എന്തുള്ളത്, ആ ഒരു ഏരിയയുടെ കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ക്ലീൻ സോൺ ആണ്. ക്ലീൻ സോണിൽ വരുന്നത് പ്രീ ഓപ്പറേറ്റിംഗ് റൂം ആണ്. പ്രീ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓപ്പറേഷന് മുമ്പായിട്ട് രോഗി എന്ത് ചെയ്യും, കുറച്ചു നേരം നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള റൂമാണത് പ്രീ ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഇനി അടുത്തത് റിക്കവറി റൂമാണ്. റിക്കവറി റൂം എന്ന് പറയുന്നത് എന്താ, അതായത് ഓപ്പറേഷന് ശേഷം രോഗിയെ നമ്മള് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഷിഫ്റ്റ് ചെയ്യില്ല അല്ലെ. റൂമിലേക്കോ വാർഡിലോട്ടോ അപ്പം തന്നെ എന്ത് ചെയ്യില്ല, നമ്മൾ മാറ്റില്ല. കുറച്ചു നേരം എന്ത് ചെയ്യും, രോഗിയെ നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യും. അതാണ് റിക്കവറി റൂം. അപ്പൊ ഓപ്പറേഷന് മുമ്പാണെങ്കിൽ പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ഇനി ഓപ്പറേഷന് ശേഷമാണെങ്കിൽ അത് റിക്കവറി റൂമിലായിരിക്കും പേഷ്യന്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത് ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ കെട്ടാനായിട്ട് എന്ത് വേണം, ഒരു പ്ലാസ്റ്റർ റൂം വേണം അല്ലെ. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു, നമുക്കറിയാലേ പ്ലാസ്റ്റർ റൂം എന്തിനാ ഉപയോഗിക്കുന്നേ, നമ്മുടെ ആ ഇതൊക്കെ വെച്ച് കെട്ടലും തുന്നലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റർ റൂമുകള് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റാഫ് റൂം. ഓക്കെ, സ്റ്റാഫ് റൂം എന്ന് പറയുമ്പോൾ നഴ്സുമാരുടെ റൂമുണ്ട്, ഡോക്ടർമാരുടെ റൂമൊക്കെ വരുന്നത് എന്തിലാ, അത് ക്ലീൻ സോണിലാണ് വരുന്നത്. ഓക്കെ, ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ, മറ്റു വർക്കേഴ്സിന്റെ ഒക്കെ റൂമുകള് സ്റ്റാഫ് റൂമിലാണ് വരിക. ഓക്കെ, അത് ക്ലീൻ സോണിലാണ് വരിക. നെക്സ്റ്റ് ഈസ് ആസ്തെറ്റിക് സ്റ്റോർ റൂം. ആസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, അതുപോലെ അവരുടെ ഐ ഷീൽഡ്, അവരുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വിയറുകളൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ത് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരുടെ മാത്രമല്ല നഴ്സിന്റെയും എന്താണ് കാര്യങ്ങളൊക്കെ PPE കിറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന റൂമിനെയാണ് അവരുപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആസ്തെറ്റിക് സ്റ്റോർ റൂമിലാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. അതായത് ഒരു എക്സ്റേ യൂണിറ്റ് ഉണ്ടാവും, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. എക്സ്റേ യൂണിറ്റ് എന്തായാലും ഉണ്ടാവും. എക്സ്റേ റൂമിനെയാണല്ലോ നമ്മൾ ഡാർക്ക് റൂം എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സ്റേ എടുക്കുന്ന റൂമിൽ കയറിയാല് എന്താണ് ഭയങ്കര ഇരുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ഇത് ചിലപ്പോൾ സർജറിയുടെ വേളയിൽ ചിലപ്പോൾ എക്സ്റേ എടുക്കേണ്ട ആവശ്യമൊക്കെ വന്നേക്കാം, സർജറിക്ക് മുമ്പായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് ഒരു എക്സ്റേ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്തത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ആണ്. സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് റൂം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂം ഏതിന്റെ കീഴിലാണ് വരിക എന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അതെന്തിലാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരിക. ഓക്കെ, ഓപ്പറേഷൻ റൂം. നെക്സ്റ്റ് സ്ക്രബ് റൂം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രബ് ചെയ്യേണ്ടത് അല്ലെ, വാഷ് ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ വാഷ് ചെയ്യുന്ന രീതികള് ഏതിന്റെ അണ്ടറിലാണ് വരിക? അത് സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. സ്ക്രബ് റൂം സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം. അതായത് നമ്മള് രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കുമല്ലോ, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ കുറച്ചു നേരം എന്ത് ചെയ്യും, നമ്മള് ഒബ്സർവ് ചെയ്യും രോഗിയെ. അങ്ങനെ ചെയ്യുന്ന റൂമാണ് എന്ത്, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. അതായത് നമ്മള് സർജറിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കള്, ഇപ്പൊ കത്രിക, നൈഫ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ക്ലീൻ ചെയ്യും അല്ലെ. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റൂമാണത് ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഞാൻ പറഞ്ഞു മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ ട്രോളി ഉപയോഗിക്കുന്നത് അല്ലെ. കുറെ ട്രോളികൾ ഉണ്ടല്ലേ, ഒരു ട്രോളി മാത്രമല്ല കുറെ എണ്ണം ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എവിടെയാ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതും എന്തിന്റെ കീഴിലാണ് വരിക? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിന്റെ കീഴിലാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോണിൽ ആദ്യം വരുന്നത് ഡേർട്ടി വാഷപ്പ് റൂമാണ്. അതായത് രോഗി ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ, ഇപ്പൊ രോഗിക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതായത് അവരുടെ ഓപ്പറേഷൻ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കള്, അതുപോലെ ഡോക്ടർമാരും നേഴ്സും ഉപയോഗിച്ചിരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മള് ഡിസ്പോസൽ ചെയ്യും അല്ലെ, ഡിസ്പോസ് ചെയ്യും. അപ്പൊ അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം റൂമുണ്ട്. ഇതൊക്കെ എന്താണ് കളക്ട് ചെയ്ത് വെക്കുന്നതിനായിട്ട് പ്രത്യേകം റൂമുണ്ട്. ഓക്കെ, അടുത്തത് ഡിസ്പോസൽ കോറിഡോർ ആണ്. ഡിസ്പോസൽ കോറിഡോർ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഡേർട്ടി വാഷപ്പ് റൂമില് നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റുകളും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് വെക്കും. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് ഒരു കോർണറിൽ വെക്കും. ഓക്കെ, അപ്പൊ പല ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് വേസ്റ്റുകൾ എന്ത് ചെയ്യാം, കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, കോർണറിൽ വെക്കും പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് കുമിഞ്ഞു കൂടുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗത്ത് തന്നെയുള്ള ഒരു കോർണറിൽ എന്ത് ചെയ്യും, ഇത് കൊണ്ടുവന്ന് വെക്കും. പിന്നീട് പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇത് കളക്ട് ചെയ്തിട്ടാണ് അവർ ദൂരേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഡിസ്പോസൽ കോറിഡോർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാനിറ്റർ ക്ലോസറ്റ് ആണ്. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ക്ലോസറ്റ് പോലെയല്ല, എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ അതിനകത്തുണ്ട്. ഉദാഹരണത്തിന് 3-4 വാട്ടർ ഹീറ്റേഴ്സ് അതിനകത്ത് കാണും, അതുപോലെ ഡിസിൻഫെക്ടർ കാണും, സാനിറ്റൈസേഴ്സ് കാണും. പിന്നെ ഒരു എന്താ പറയാ, നമ്മുടെ ക്ലോസറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെന്തുണ്ടാവും, പല കളറിൽ അല്ലെങ്കിൽ പല യൂസസിന് വേണ്ടിയിട്ട് പല ടൈപ്പ്, ഒരു എന്താ പറയുക ഹ്യൂജ് എമൗണ്ടിൽ നമുക്ക് ഈ ഒരു ജാനിറ്റർ ക്ലോസറ്റിൽ കാണാം. അപ്പൊ സാനിറ്റൈസർ തന്നെ 5-6 തരത്തിൽ എവിടെ ഉണ്ടാവും, ജാനിറ്റർ ക്ലോസറ്റിൽ ഉണ്ടാവും. അങ്ങനെ എല്ലാ തരം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ക്ലോസറ്റ് ആണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ വേഗം 2 ക്വസ്റ്റ്യൻ പിടിച്ചോ കേട്ടോ, എഴുതിയെടുത്തോ, 2 എണ്ണം എഴുതിയെടുത്തോളൂ കേട്ടോ. Which of the following does not come under the area of clean zone?
Which of the following does not come under the area of clean zone? First option, pre-operating room. Pre-operating room. Second, recovery room. Area of clean zone. Clean zone എന്നാണ് ട്ടോ. Okay. Pre-operating room. B. Recovery room. C. Plaster room. D. Scrub room. മിസ് ഒന്നും കൂടെ പറയാമോ? Which of the following does not come under the area of clean zone? First, pre-operating room. ഇങ്ങോട്ട് ആരെങ്കിലും എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയണേ. കുഞ്ഞ് കൈയിരിക്കുന്നോണ്ട് ഇങ്ങോട്ട് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും വേറെ ഒന്ന് വീട്ടിലും ആരും ഇല്ല. ഈ question, which of the following does not come under the area of clean zone? Pre-operating room, recovery room, plaster room, scrub room. ഏതാ വരിക? സ്ക്രബ് റൂം. സ്ക്രബ് റൂം. ഓക്കെ, സ്ക്രബ് റൂം ആണ് കേട്ടോ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി തരാം കേട്ടോ. വേറെ 2 ക്വസ്റ്റ്യൻസ് കൂടി മാഡം നമുക്ക് 4 മൊഡ്യൂൾ ഇല്ലേ? ഉണ്ട്. 4 മൊഡ്യൂൾ. ആ 4 മൊഡ്യൂൾ ഒറ്റ ഒരു എക്സാം ആയിരിക്കും? അത് നിങ്ങൾ ഇൻഫോം ചെയ്യൂ കേട്ടോ, കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഈ പ്രീ അനസ്തേഷ്യ റൂമും അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂമും സെയിം ആണോ? ഇല്ല, അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ആണ്. അത് പല പല സോണിലായിട്ടാണ് വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വായിച്ചു നോക്കണം. ക്ലിയർ ആയിട്ട് ഇന്ന് വരെ എടുത്തത് വായിക്കണം. ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, Thank you, ma'am. Thank you, ma'am.